പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ബബ്ബ കളങ്കാവൽ എന്നീ രണ്ട് ചിത്രങ്ങളാണ് ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. 25-ാം തീയതി ക്രിസ്മസ് ആണ്, വെക്കേഷൻ തുടങ്ങുന്നു. അപ്പം പുതിയ രണ്ട് ചിത്രങ്ങളുടെ തിയേറ്ററിൽ എത്തുന്നു എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം. അതിലൊന്ന് ലാലേട്ടൻ്റെ സിനിമയായ വൃഷഭയാണ്. ഒരു പാൻ ഇന്ത്യൻ ചിത്രമാണ്. കന്നഡയിലാണെന്ന് തോന്നുന്നു ഈ ചിത്രത്തിൻ്റെ. എല്ലാ ഭാഷയിലും ഈ ചിത്രം ഇറങ്ങുന്നത്. കന്നഡയുണ്ട്, ഹിന്ദിയുണ്ട്, തെലുങ്കുണ്ട്, മലയാളമുണ്ട്, തമിഴുണ്ട്. ഈ എല്ലാ ഭാഷയിലും എടുക്കുന്നു. വമ്പൻ ബഡ്ജറ്റ് ഇറങ്ങുന്ന ചിത്രമാണ്. വലിയ ഹൈപ്പിലൊന്നും ഇല്ലാതാണ് ചിത്രം നിൽക്കുന്നത് എന്ന് നമ്മൾ പറയപ്പെടും. ഇത് ബുക്ക് മൈ ഷോയിലെ ഇൻട്രസ്റ്റ് നോക്കുമ്പം 125K ഇത് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം പയ്യെ ഹൈപ്പ് കയറി വരുന്നതായിട്ടാണ് കാണുന്നത്. പല ചിത്രങ്ങളും നമുക്കറിയാം 100K പോലും തികയ്ക്കുന്നില്ല. ആ സമയത്ത് 125K ഈ ചിത്രത്തിന് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സത്യം. എന്ന നന്ദകിഷോർ സംവിധാനം ചെയ്ത പാൻ ഇന്ത്യൻ ചിത്രം ലാലേട്ടൻ നായകനായിട്ടുള്ള രണ്ട് കാലഘട്ടത്തിലെ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നു. അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം, പഴയ കാലത്തെ രാജഭരണകാലത്തെ ശത്രുവായ ആള് മകനായിട്ട് ജനിക്കുന്നതാണ് ഇതിവൃത്തം എന്ന് തോന്നുന്നു. അഭിനയ പ്രാധാന്യമൊക്കെ ഉള്ള മികച്ച കഥാപാത്രമാണ് ലാലേട്ടൻ്റേത് എന്നാണ് അണിയറ പ്രവർത്തകരൊക്കെ പറയുന്നത്. പ്രത്യേകിച്ച് സംവിധായകൻ ലാലേട്ടനെ പറ്റി 100 നാവായിരുന്നു പറഞ്ഞത്. കാരണം ലാലേട്ടൻ അല്ലാതെ വേറെ ആർക്കും ഈ കഥാപാത്രം ചെയ്യാൻ പറ്റില്ല. ലാലേട്ടൻ്റെ പേരിൽ അറിയപ്പെടണം, ലാലേട്ടൻ്റെ പേരിൽ ഒരു ചിത്രം സംവിധാനം ചെയ്ത ഒരു സംവിധായകനായിട്ട് അറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് വരെ പുള്ളി പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ അന്യഭാഷയിലേക്ക് ലാലേട്ടൻ പോകുമ്പോൾ ലാലേട്ടനെ നമുക്ക് എന്തുമാത്രം ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളത് നമുക്ക് സംശയമാണ്. വരുംകാലയിലെ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച തണുത്ത വെള്ളം കാണുമ്പം അറക്കിയെന്ന് പറഞ്ഞ പോലാണ് നമ്മുടെ അന്യഭാഷാ ചിത്രങ്ങളിലെല്ലാം ലാലേട്ടൻ പോയിട്ട് നമുക്കതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അതുതന്നെയാണ് നമ്മുടെ പ്രതീക്ഷ നശിച്ചിരിക്കുന്നത്. ഏതായാലും കിട്ടിയാ ഊട്ടി അല്ലെങ്കിൽ ചട്ടി അല്ലേ, കാത്തിരിക്കാം. സർവം മായ എന്ന നിവിൻ പോളി ചിത്രം പലരുടെയും തിരിച്ചുവരവ് കണ്ട കൊല്ലമാണിത്. ആദ്യ സമയത്ത് ലാലേട്ടൻ തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു എല്ലാവരും കഥ. ലാലേട്ടൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം നല്ല രീതിയിലുള്ള കഥാപാത്രങ്ങളുമായിട്ട് ഒരു വമ്പൻ തിരിച്ചുവരവാണ് ലാലേട്ടൻ നടത്തിയത് 2025. എമ്പുരാനിലും തുടരും തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ലാലേട്ടൻ. അതിനിടയിലാണ് 2024 ഗംഭീര വിജയം നിന്ന മമ്മൂട്ടിയുടെ ചിത്രങ്ങളൊന്നും 2025 യാതൊരു ചലനവും സൃഷ്ടിക്കാതെ കടന്നുപോകും. അതിനിടയിലാണ് കളങ്കാവൽ വന്ന് മമ്മൂട്ടി വീണ്ടും കളത്തിലേക്ക് ഇറങ്ങുന്നത്. പിന്നെ നമ്മുടെ ദിലീപിൻ്റെ കഴിഞ്ഞകാല ചിത്രങ്ങളെല്ലാം വമ്പൻ വിജയമായി ആയില്ല. ശരാശരി നിലവാരം നടത്തിയ ചിത്രമായിരുന്നു. അതിനിടയിൽ ലാലേട്ടനെ കൂട്ടുപിടിച്ച് ബബ്ബ എത്തുന്നു. അതും ഏകദേശം 50 കോടിക്ക് അടുത്തുള്ള തുകയിലേക്ക്. വിജയ ചിത്രമാണോ എന്നറിയാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കണം. ഇതിനിടയിലാണ് കുറച്ച് നാളായിട്ട് പഴയ നിവിൻ പോളി എവിടെ പോയി എന്നൊക്കെ നമ്മൾ സംശയം ഉന്നയിക്കുമ്പോഴാണ് അഖിൽ സത്യനന്ദിക്കാടിൻ്റെ മകൻ പാച്ചുവും അത്ഭുതവിളക്കും കഴിഞ്ഞതിന് ശേഷം മറ്റൊരു ചിത്രവുമായിട്ട് നമ്മുടെ മുമ്പിലെത്തുന്നു. സർവം മായ. പഴയ ലാലേട്ടനെ എങ്ങനെയാണോ കണ്ടത് ആ രീതി നിവിൻ പോളി കാണുന്നുണ്ട് എന്നാണ് അഖിൽ സത്യൻ പറയുന്നത്. എന്താണെന്ന് നമുക്കറിയില്ല, നമുക്ക് കാത്തിരിക്കാം സർവം മായ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി. നിവിൻ പോളിയുടെ സർവം മായ വളരെയധികം പ്രതീക്ഷ നൽകുന്ന ചിത്രമാണ്. അതും വമ്പൻ വിജയമായിട്ട് ഇപ്പം നമ്മൾ ബുക്കിംഗ് തുടങ്ങി കുറച്ച് തിയേറ്റർ മാത്രമേ ബുക്കിംഗ് തുടങ്ങിയിട്ടുള്ളൂ. ഏകദേശം 24 മണിക്കൂർ കൊണ്ട് 5000-ൽ പരം ടിക്കറ്റ് വിറ്റ് മാറുന്നുണ്ട്. അതൊരു ഗംഭീര തുടക്കമാകട്ടെ. എല്ലാവരും തിരിച്ചു വരട്ടെ അല്ലേ, മലയാള സിനിമ അങ്ങനെ പുഷ്പിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ, ബൈ.